ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിവിധ അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നത്. CPIM-ന് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? അഭിപ്രായ സർവേകൾക്കനുസരിച്ചുകൊണ്ടല്ല കേരളത്തിൽ മുൻകാലങ്ങളിലും ജനവിധി ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ പുറത്തു വന്നിരിക്കുന്ന അഭിപ്രായ സർവേയും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇതേ ഏജൻസി തന്നെ കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സർവേ റിപ്പോർട്ട് 108% തെറ്റുകളാണ് സംഭവിച്ചത്. കോൺഗ്രസ്സിന് അന്നവർ 91 സീറ്റ് കിട്ടും ദേശീയ തലത്തിൽ എന്ന് പറഞ്ഞിട്ട് 44 സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ളൂ. അന്ന് ബംഗാളിൽ CPM-ന് 11 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് CPM-ന് 2 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. BSPക്ക് അന്ന് ഉത്തർപ്രദേശിൽ 17 സീറ്റ് കിട്ടും എന്ന് ഇതേ ഏജൻസി പറഞ്ഞിട്ട് 1 സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഇതാണ് ഈ അമേരിക്ക ഏജൻസി വെച്ചുകൊണ്ട് ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയ സർവേയാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള വലിയ പ്രചരണമായി കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ചില സർവേ റിപ്പോർട്ടുകൾ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടും വന്നിട്ടുണ്ട്. ഈ ചില ഹിന്ദു പത്രം നടത്തിയിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് പ്രവചിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു സർവേ ഒന്നിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണ്. ആരാകണം പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി തുടരണോ ഡൽഹിയിൽ എന്നുള്ള തീരുമാനം വരുന്ന തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു സമയത്ത് കേരളത്തിൽ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ നല്ല സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാവേണ്ടതല്ലേ? അതായിരുന്നല്ലോ 2004 BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന വാജ്പേയി 6 വർഷം ഭരിച്ചതിന് ശേഷമായിരുന്നു 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് ഇതേ സാഹചര്യമായിരുന്നു. കേന്ദ്രത്തിൽ BJP പുറത്താക്കി കോൺഗ്രസ്സിന് മാത്രമേ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയൂ എന്ന പ്രചാരവേല ശക്തമായി നടത്തി AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 2004 സർവേ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിരുന്നത് അന്ന് മലയാള മനോരമയുടെ സർവേ നടത്തി. അവർ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിക്ക് 6 സീറ്റാണ്, UDF-ന് 14 സർവേ. ഫലം വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് 18ആയിരുന്നു, UDF-ന് 1 കോൺഗ്രസ്സിന് 1 സീറ്റ് പോലും കിട്ടിയില്ല. അന്നും ഇതേ തരത്തിലുള്ള പ്രചാരവേല കേരളത്തിൽ നടത്തി കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലേ BJP-യെ പുറത്താക്കാൻ കഴിയൂ എന്നുള്ള പ്രചാരവേല ശക്തമായി നടന്ന തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും കേരളത്തിലെ കോൺഗ്രസ്സിന് കിട്ടിയില്ലല്ലോ. അപ്പോൾ 2004 സമാനമായ അവസ്ഥയാണ് ഇത്തവണ കേരളത്തിൽ ഉള്ളത് എന്നതാണ് വസ്തുത. 2004 ഇടതുമുന്നണിയെ സംബന്ധിച്ച് അന്ന് പ്രതിപക്ഷത്തായിരുന്നു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ദേശീയതലത്തിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ കാലുഷ്യം മോദി സർക്കാർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അടക്കം കേന്ദ്രീകൃതമായ ഒരു വോട്ടിങ്ങിന് സാധ്യതയില്ലേ? അത് ന്യൂനപക്ഷങ്ങൾ 2004 ഇടതുപക്ഷ മുന്നണിക്കാണല്ലോ കേരളത്തിൽ വോട്ട് ചെയ്തത്. BJP-യെ തോൽപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഫലപ്രദമായ ബദൽ ഏതാണെന്ന് കാണുമ്പോൾ ആ ബദലിനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം കോൺഗ്രസിനേക്കാൾ ഇടതുപക്ഷത്തെയാണ്. കാരണം കോൺഗ്രസ്സുകാർ ജയിച്ചു പോകുന്ന ആളുകൾ തന്നെ കോൺഗ്രസ്സായിട്ട് നിൽക്കുന്നില്ല. അവർ കൂട്ടത്തോടെ BJP-യിലേക്ക് കാലുമാറുകയാണ്. ഇപ്പോഴത്തെ പാർലമെൻറ്റിലുള്ള BJP-യുടെ 272 MP-മാരിൽ 103 പേർ മുമ്പത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ BJP-ക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിഞ്ഞത് 150-ലധികം കോൺഗ്രസ് MLA-മാർ BJP-യിലേക്ക് പോയതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ ദിവസേന കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മെന്നാണ് ഇവിടെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് BJP ചേർന്നു. അയാളുടെ മകൻ കഴിഞ്ഞ ദിവസം നേരത്തെ പോയിട്ട് ചേർന്നു. ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിച്ചിട്ട് ജനങ്ങൾ BJP-ക്കെതിരായിട്ടുള്ളൊരു ബദലായിട്ട് കാണും? ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ വിശ്വസ്തത. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ശക്തിയുള്ള കേരളത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തെ തന്നെയാണ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ